ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഈ കാണുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ യാക്കര പാലമാണ്. ഈ യാക്കര പാലത്തിന് താഴെ ചെറിയ ഒരു റിവർ ഫ്രണ്ട്, ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു കുളമാട് പോലെ, ഒരു റിവർ ഫ്രണ്ട് പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വളരെ മനോഹരമായിരിക്കും. പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ തന്നെ പ്രകൃതിയോട് ഇണങ്ങി ചേർന്നുള്ള ഒരു മരം കൊണ്ടോ ചെറിയ കോൺക്രീറ്റ് നിർമ്മിതി കൊണ്ടോ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് വലിയ നഷ്ടമൊന്നും പ്രകൃതിക്ക് വരുത്തില്ല. മിക്കവാറും സമയങ്ങളിൽ വെള്ളം ഉയരാത്ത ഒരു പ്രദേശം തന്നെയാണ്. ഇതേ അളവ് തന്നെയായിരിക്കും മഴക്കാലത്തും വെള്ളം. ഈ പാലമൊക്കെ ഒന്നുകൂടെ പെയിന്റ് അടിച്ച് ഇരുഭാഗത്തും ടവർ ലൈറ്റോ അല്ലെങ്കിൽ ചെറിയ ലൈറ്റ് വെച്ചോ വെക്കുകയാണെങ്കിൽ രാത്രിയിൽ വാഹനം ഓടിക്കുന്നവർക്ക് കാൽനട യാത്രക്കാർക്ക് നല്ലൊരു സൗകര്യം തന്നെയാണ്. ഇതിൻ്റെ കൈവരികൾ പെയിന്റ് അടിച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മനോഹരമായിരിക്കും. നമ്മുടെ ഓരോ പാലങ്ങളും ഇതുപോലെ മനോഹരമാക്കിയെടുക്കുകയാണ് ഇന്നുള്ള കാലത്ത് ചെയ്യേണ്ടത്. പ്രകൃതിയോടുള്ള ഓരോ പ്രവർത്തനത്തിലും അതിൽ നമുക്ക് സമയം ചിലവഴിക്കാവുന്ന ഒരു ഏരിയ ആക്കി ഓരോ പ്രദേശത്തെയും വളർത്തിയെടുക്കണം. അതുവഴി ആ നഗരത്തിനും ആ പ്രദേശത്തിലെ ജനങ്ങൾക്കും ഒരു പ്രത്യേക ഫീൽ തന്നെ ഉണ്ടാകും. അവിടെ ജീവിക്കുന്നവർക്കും വഴിയോര യാത്രക്കാർക്കും നല്ല ഫീലിംഗ് ഉണ്ടാകും. ഇത് പാലക്കാട് നഗരസഭ വെച്ച ഒരു ചെറിയൊരു പൂന്തോട്ടമാണ്. വളരെ 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 നന്നായിട്ടുണ്ട്. കുറച്ചുകൂടെ പ്രാക്ടിക്കലായി പ്രൊഫഷണലായി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണിത്. ഇതുപോലെ അല്ലെങ്കിൽ ഇത്രയും ചെയ്തു തന്നെ വളരെ നല്ല കാര്യം തന്നെയാണ്. ഈ പുഴയുടെ രണ്ട് ഭാഗത്തും ഒരു 100 മീറ്റർ നീളത്തിൽ 100-150 മീറ്റർ നീളത്തിൽ ചെറിയൊരു റിവർ ഫ്രണ്ട്, അതിൽ ഗാർഡൻ ചെയറുകൾ, വിളക്കുകാലുകൾ, വേസ്റ്റ് ബിൻ, ഇത് 3 മാത്രം മതി. മരം വെക്കാൻ പറ്റില്ല. ഇത് 3 തന്നെ ഓരോ സ്ഥലവും സുന്ദരമാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. മരങ്ങളൊക്കെ ഒന്നും മുറിക്കാതെ അതേപടി നിർത്തി ആ പായലൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ ചെറിയ ഒരു 3 മീറ്റർ 4 മീറ്റർ വീതി രണ്ട് ഭാഗത്തും 100 മീറ്റർ 150 മീറ്റർ വരെ നീളത്തിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓരോ പൊതു നിർമ്മിതികളെയും സൗന്ദര്യവൽക്കരിക്കുകയാണ് ഇനി വേണ്ടത്. സൗന്ദര്യവൽക്കരിക്കുക, വൃത്തിയാക്കുക, മാലിന്യമുക്തമാക്കുക. ഇതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം, കേരളത്തിൻ്റെ മുഖമുദ്രയായി എടുക്കേണ്ടത്. ഇതിനെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ, പൊതുജന സേവകർ, പൊതുജനങ്ങൾ, ഇവർ മൂന്ന് പേരും മുന്നിട്ട് ഇറങ്ങിയാലേ ഇതൊക്കെ സാക്ഷാത്കരിക്കാൻ കഴിയുള്ളൂ. ആർക്കും സമയമില്ല എന്നറിയാം, എങ്കിലും സമയം ഉണ്ടാക്കി ചെയ്യണം. ഇന്നുള്ള കാലത്ത് അത് നടക്കുകയുള്ളൂ. ഇതിനു വേണ്ടി കുറച്ച് ആളുകൾ നിയോഗിക്കപ്പെടണം. ഓരോ പഞ്ചായത്തിലും ഓരോ നഗരസഭയിലും അത് ഉൾപ്പെടുന്ന വാർഡുകളിൽ കുറച്ച് ആളുകൾ ഇതിനു വേണ്ടി വൃത്തിയാക്കുകയും വേണം. ഇതുപോലുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കാതെ നല്ല വൃത്തിയാക്കി വെക്കുകയാണ് വേണ്ടത്. പിന്നെയുള്ളത്, 2 വീടുകളുടെ മതിലുകൾ കൂടിച്ചേരുന്ന ഭാഗത്ത് ഒരു മരം നട്ടാൽ അത് 2 വീടുകൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പോകും. വീടിന് മുന്നിൽ മരം വെക്കുമ്പോഴാണ് പല ആളുകളും അതും ഇതും പറയുന്നത്, വേണ്ട പറയുന്നത്. ആ മരത്തെ വെട്ടി നശിപ്പിക്കുന്നതും മണ്ണെണ്ണ വെച്ച് കത്തിക്കുന്നതും പെട്രോൾ ഒഴിക്കുന്നതും മറ്റുള്ള എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നതും. അപ്പോൾ 2 വീടുകളുടെ മതിലുകൾ കൂടിച്ചേർത്ത ഭാഗത്ത് വെക്കുകയാണെങ്കിൽ അത്ര പ്രവർത്തനങ്ങൾ, അത്തരം ഒരു ജനങ്ങളുടെ
നല്ല സപ്പോർട്ട് തന്നെ ഉണ്ടാവും. ജനങ്ങൾ ആരും അതിനെ എതിർക്കില്ല. ഈ മരങ്ങളൊക്കെ ഞാൻ 5 കൊല്ലം മുന്നേ വെച്ചതാണ്. പട്ടാമ്പി ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ വെച്ചതാണ് ഈ ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാ മരങ്ങളും. ഇത് ഈ വീട്ടുകാർക്ക് കുഴപ്പമില്ല എന്ന് തോന്നുകൊണ്ടതായിരിക്കും ഇത് ഇത്രത്തോളം വന്നത്. ഇപ്പൊ ഇവിടെ ഒരു നല്ലൊരു തണൽ തന്നെ ഉണ്ട്. കാണാൻ തന്നെ വളരെ മനോഹരമായിരിക്കുന്നു. ഇവിടെ മരങ്ങൾ മാത്രമല്ല മറ്റു കാര്യങ്ങൾ നടപ്പാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കി എടുക്കുക, പൊതുസ്ഥലങ്ങൾ സൗന്ദര്യവൽക്കരിക്കുക, അട്രാക്ഷൻ എടുക്കുക. അതുവഴി സംസ്ഥാനത്തിന് പുരോഗതി കൈവരിക്കുക. കൂടുതൽ ആളുകളെ ഇവിടേക്ക് ആകർഷിപ്പിക്കുക, അവരുടെ പൈസ ഇവിടെ ചെലവഴിപ്പിക്കുക. അതായിരിക്കും നമ്മുടെയൊക്കെ ലക്ഷ്യം ഇനിയുള്ള കാലത്ത്. ഈ പ്രവൃത്തിയായിരിക്കണം കേരളത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഉൾപ്പെടുത്തേണ്ടത്. ഈ ഓരോ പ്രദേശങ്ങളും വളരെ വൃത്തിയാക്കി എടുക്കുകയാണ് ഇനിയുള്ള കാലത്ത് ചെയ്യേണ്ടത്. താങ്ക് യു.